Turn with me to 1 John chapter 1. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ എന്നോടൊപ്പം തിരിക്കുക. We saw in our last study that the ultimate place to which God wants to bring us, symbolized in the tabernacle, is the most holy place. നാം നേരത്തെ ഉള്ള നമ്മുടെ പഠനത്തിൽ ദൈവം നമ്മെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് അത് അതിവിശുദ്ധ സ്ഥലമാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. The outer court is where we are forgiven and we like to fellowship with one another, have good contact with other believers. പ്രാകാരത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, നമുക്ക് മറ്റുള്ള വിശ്വാസികളുമായി നമുക്ക് കൂട്ടായ്മയൊക്കെ ആചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരിടമാണ്. The next stage, which is the holy place, is where we are baptized in the Holy Spirit and we want to do something to serve God. അടുത്തത് അത് വിശുദ്ധ സ്ഥലമാണ്. അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് നാം ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ ഒരു ഇടമാണ്. First, we are delighted in forgiveness. ഒന്നാമതായി നമുക്ക് പാപക്ഷമയിലാണ് നമുക്ക് സന്തോഷമുള്ളത്. Some people stay there all their life. They only want forgiveness. I want to go to heaven when I die. That's all. ചില ആളുകൾ ആ പാപക്ഷമയുടെ ആ സ്ഥാനത്ത് മാത്രമാണ് അവരെ നിൽക്കുന്നത്. ഞങ്ങൾ ഇനി മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണം, അത് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. Praise God that many of you have gone beyond that and said, I want to do something for the Lord. I want to serve Him. എന്നാൽ ചിലർ അതിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഞാൻ ദൈവത്തെ സേവിക്കണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നവരാണ്. When you try to do that, you find your impotence, so you seek for the power of the Holy Spirit. അങ്ങനെ നിങ്ങൾ ചെയ്യുവാനായിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ കഴിവില്ലായ്മ, ശക്തിയില്ലായ്മ നിങ്ങൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ when you try to serve God and you find your helplessness, that's what will drive you to seek for the power of the Holy Spirit. നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കഴിവില്ലായ്മ നിങ്ങൾ ഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. That's how I was trying to preach and I did not have power. ഞാൻ പ്രസംഗിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് ശക്തിയില്ല എന്ന് ഞാൻ കണ്ടെത്തി. I was like these people, you know, in some villages you have a hand pump with which you pump and pump and pump and get some water. ചില ഗ്രാമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു ഹാൻഡ് പമ്പ് ഉണ്ട്, വെള്ളം അത് അടിച്ച് ഹാൻഡ് പമ്പ് വെച്ച് അടിച്ചടിച്ചാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. So my preaching in the early days was like that. Struggle, 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 struggle and some water comes out. ആരംഭകാലത്ത് എന്റെ പ്രസംഗം അപ്രകാരമായിരുന്നു. ഞാൻ ഇങ്ങനെ പരിശ്രമിച്ച് കുറച്ച് വെള്ളം പുറത്തേക്ക് വരുന്നു. And I said, Lord, it must not be like this. ഞാൻ ആ സമയത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതം ഇങ്ങനെയാകരുത്. You said it'll be rivers of living water flowing out from your innermost being. നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണല്ലോ അങ്ങയുടെ വചനം പറയുന്നത്. I can't produce that. കർത്താവേ, എനിക്ക് ആ ജീവജലത്തിന്റെ നദികൾ എനിക്ക് അത് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല. You have to hit the rock and break that hard self of mine and let the waters gush out. കർത്താവേ, അങ്ങ് പാറമേൽ അടിച്ചതുപോലെ എന്റെ കട്ടിയായ ആ ഹൃദയത്തെ, എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുന്ന ആ ഹൃദയത്തെ ഉടച്ച് കർത്താവേ, ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് വരുവാൻ അങ്ങ് സഹായിക്കണമേ. That's when God filled me with the Holy Spirit and things became. ആ സമയത്താണ് ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചത്. Same experience that Peter had on the day of Pentecost. അതേ അനുഭവം തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസിന് ഉണ്ടായത്. Many people are happy with that. അനേക ആളുകൾക്ക് ഈ ഒരു അനുഭവത്തിൽ തൃപ്തരായി അവർ അവിടെ തന്നെ നിൽക്കുന്നു. Now I'm not only forgiven, I'm serving. ഇപ്പോൾ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല, ഞാൻ ഇപ്പോൾ ദൈവത്തെ സേവിച്ചുകൊണ്ടേയിരിക്കുന്നു. But beyond that, എന്നാൽ അതിനും അപ്പുറത്ത്, holy place. അതിനും അപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലം. Here it says that the purpose, ultimate purpose is, verse 3, that we may have fellowship with the Father and with His Son Jesus Christ. ഇവിടെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മ, അത് പിതാവിനോടുള്ള കൂട്ടായ്മ, അതിനെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. Forgiveness of sins is good. പാപക്ഷമ അത് നല്ലതാണ്. Serving God is still better. ദൈവത്തെ സേവിക്കുന്നു എന്നുള്ളത് അതിലും മെച്ചമാണ്. But let's get into the third part of the tabernacle. എന്നാൽ സമാഗമന കൂടാരത്തിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. Fellowship with the Father and with Jesus Christ.
ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു That is ക്രിസ്തുവിനോടുമാകുന്നു. God's പിതാവിനോടും That is the great desire Jesus has for us as our bridegroom. ഒരു മണവാട്ടി എന്ന നിലയ്ക്ക് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഹൃദയത്തിലെ ആഗ്രഹം ഇതാണ്. In a really good marriage, what does a husband expect from his wife? ഒരു നല്ല വിവാഹ ബന്ധത്തിൽ ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? Why did you marry a wife? നിങ്ങൾ എന്തിനാണ് ഒരു ഭാര്യയെ കല്യാണം കഴിച്ചത്? What is the most important thing in your relationship with your wife? നിങ്ങളുടെ ഭാര്യയുമായി ബന്ധത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? Is it only service? അത് ഭാര്യ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ശുശ്രൂഷിക്കണം എന്നുള്ളതാണോ? Cooks the food, keeps the house, bears the children. ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നു, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. That you can have a maid servant to do all that. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഒരു വേലക്കാരി ഉണ്ടെങ്കിൽ പറ്റുമല്ലോ. Fellowship. എന്നാൽ കൂട്ടായ്മ, unfortunately, in many marriages, that is not there. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അനേക വിവാഹ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഈ ഒരു കൂട്ടായ്മ ഇല്ല. In Jesus' marriage with us as bridegroom, he wants fellowship with us more than our serving him. ഒരു മണവാളൻ എന്ന നിലയിൽ മണവാട്ടിയായിരിക്കുന്ന നമ്മിൽ നിന്ന് നാം അവനെ ശുശ്രൂഷിക്കുന്നതിനപ്പുറത്ത് അവനുമായിട്ടുള്ള കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. You are a very poor husband if all you're interested in is your wife's service and not in her fellowship with you. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ മാത്രമാണ് നിങ്ങൾ തൽപരരെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഭർത്താവല്ല. Fellowship with the Father is, it says in verse 3, what leads to real fellowship among believers. യഥാർത്ഥത്തിലുള്ള ആളുകൾ തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. Without fellowship with the Father, what you have with other believers is friendship, not fellowship. ദൈവത്തോടുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് ആദ്യമില്ലാതെയാണ് നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ കൂട്ടായ്മയെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മയല്ല, അതൊരു സൗഹൃദ ബന്ധം മാത്രമാണ്. And that is what is in many churches. ഇന്ന് അനേക സഭകളിലും ഈ ഒരു സൗഹൃദ ബന്ധമാണുള്ളത്. There's no fellowship between the people, it's friendship. അത് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മയല്ല, അതൊരു സൗഹൃദ ബന്ധം മാത്രം. They'll do many things for each other. അവർ അന്യോന്യം പല കാര്യങ്ങൾ ചെയ്യുന്നു, സഹായിക്കുന്നു. But it'll be like a club where they help one another. എന്നാൽ അതൊരു ക്ലബ്ബ് പോലെ അവർ അന്യോന്യം സഹായിക്കുന്ന ഒരിടമായി മാത്രം അവശേഷിക്കും. That is not the will of God. അതല്ല ദൈവത്തിന്റെ ഹിതം. God wants fellowship. കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And it says here in the first two verses that John saw the life of God in Jesus Christ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ഇവിടെ ഇതാ യേശുവിന്റെ ജീവൻ കണ്ട യോഹന്നാൻ സംസാരിക്കുന്നു. Verse 2, I saw that eternal life which was with the Father. ഇവിടെ 2-ാം വാക്യത്തിൽ പറയുന്നത് പിതാവിനോട് കൂടെയിരുന്നു ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. That eternal life, verse 1, we saw with our eyes, we touched with our hands, and we looked at it, and we heard. 1-ാം വാക്യത്തിൽ പറയുന്നു, we heard with our ears. ആ നിത്യജീവൻ അത് ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനമാണ്. See, this is not a doctrine. ഇതൊരു ഉപദേശമല്ല. In the Old Testament, they had a doctrine that Moses preached. പഴയ നിയമ കാലഘട്ടത്തിൽ മോശ പ്രസംഗിച്ച ഒരു ഉപദേശ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. They all sat and listened to the wonderful messages Moses preached. മോശയുടെ നല്ല പ്രസംഗങ്ങൾ അത് ആളുകൾ അത് അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നു. I'm sorry to say, most Christians are only living at that level. ദുഃഖകരം എന്ന് പറയട്ടെ, അനേക ക്രിസ്ത്യാനികളും ആ ഒരു തലത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്. Where they listen to good messages. അവര് നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നു. They go to YouTube to get good messages. അവർ യൂട്യൂബിൽ പോയി നല്ല സന്ദേശങ്ങൾ അവർ കേൾക്കുന്നു. But they are not contacting eternal life. എന്നാൽ അവര് നിത്യജീവനെ സ്പർശിക്കുന്നില്ല. And that is why there's so little joy in the lives of most Christians. അതുകൊണ്ടാണ് മിക്കവാറും ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഒട്ടും സന്തോഷം, വളരെ കുറച്ച് മാത്രം സന്തോഷമുള്ളത്.
That is why there's so much of gloom and discouragement. അതുകൊണ്ടാണ് വളരെയധികം നിരാശയും വിഷമവും ഒക്കെ അവരുടെ ജീവിതത്തിലുള്ളത്. I remember years ago in my life, അനേക വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നു, I said, Lord, I read a command in Philippians chapter 4. അവിടെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കൽപ്പന ഞാൻ അവിടെ വായിക്കുന്നല്ലോ. Verse 4. 4-ാം വാക്യം. It's not a suggestion, it is a command. ഇത് ഒരു ഇങ്ങനെ it's a command. അത് ഒരു കൽപ്പനയാണ്. Philippians 4:4. ഫിലിപ്പി ലേഖനം 4:4. Rejoice in the Lord always. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. That is not a suggestion. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സന്തോഷിക്കാം എന്നല്ല, എപ്പോഴും സന്തോഷിപ്പീൻ. There are no suggestions in this book. ഈ വേദപുസ്തകത്തിൽ സജഷൻ ഇല്ല. വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിക്കാം, അങ്ങനെയുള്ള ഒരു സജഷൻ ഇല്ല. Only commands. അവിടെ കൽപ്പനകൾ മാത്രമാണ് ദൈവവചനത്തിലുള്ളത്. It is not, if possible, try and rejoice always. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള നിർദ്ദേശമല്ല, കൽപ്പനയാണ്. It's a command, rejoice in the Lord always. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ള ഒരു കൽപ്പന. And Paul thought some people would think he's overstating it. Paul must have thought something extreme. കുറച്ച് കടത്തി പറഞ്ഞിരിക്കുന്നു എന്ന് ആളുകൾ ചിന്തിക്കുമെന്ന് പൗലോസ് ചിന്തിച്ചു. So he wrote again, I mean it. അതുകൊണ്ട് again I say rejoice. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയതല്ല, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. Let me show you another verse. ഞാൻ മറ്റൊരു വാക്യം കാണിക്കട്ടെ. Ephesians 5:20. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. Verse 18 is the place where it says be filled with the Holy Spirit. 18-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ ആത്മാവ് നിറഞ്ഞവരായിരിക്കാൻ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. What will be the result? അങ്ങനെ ആത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും? Always giving thanks, verse 20, in the name of our Lord Jesus. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. That is the other tongue I want. ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു നാവ്, അന്യഭാഷ അതാണ്. Always giving thanks. എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം കരയറ്റും. Always rejoicing. എപ്പോഴും സന്തോഷിക്കുക. I went to the Lord and said, Lord, it's not true in my life. ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇത് ഇപ്രകാരം സത്യമല്ല. Now don't misunderstand me. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. I'm not saying we should be always smiling. എപ്പോഴും നമ്മൾ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. If you see a man walking down the road always smiling, you know something's wrong with his head. ഒരു റോഡിലൂടെ ഒരു വ്യക്തി നടന്നു പോകുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. Rejoicing is an inward thing. സന്തോഷിക്കുക എന്നുള്ളത് ആന്തരികമായ ഒരു കാര്യമാണ്. You can go through a time of sorrow and yet be rejoicing in your heart. നിങ്ങൾക്ക് ഒരു ദുഃഖകരമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, എന്നാൽ പോലും നിങ്ങൾക്ക് ആന്തരികമായി സന്തോഷിക്കുവാനായിട്ട് കഴിയും. You can go through a time of external pressure with some sickness in your home. നിങ്ങളുടെ ഭവനത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സമ്മർദ്ദമുള്ള ചില രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. And yet you can rejoice in your heart that you have a Father in heaven who cares for you. എന്നാലും നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾക്കായി കരുതുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള സന്തോഷം, ആശ്വാസം നിങ്ങളുടെ ഉള്ളത്തിലുണ്ട്. Here are just two examples I gave you. ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന രണ്ട് ഉദാഹരണങ്ങളാണ് ഇത്. Let me show you another thing. Philippians 2:14. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഞാൻ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. Do all things without grumbling or complaining. അവിടെ പറയുന്നു, എല്ലാം
പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. Now I want to ask you, just 3 verses I showed you. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ 3 വാക്യങ്ങളാണ് നിങ്ങളെ കാണിച്ചത്. Always rejoice, എപ്പോഴും സന്തോഷിപ്പീൻ, always give thanks, എപ്പോഴും സ്തോത്രം and ചെയ്യുവീൻ, never murmur or grumble about anything. ഒരു കാര്യത്തെക്കുറിച്ചും പിറുപിറുപ്പോ വാദവുമോ ഇല്ലാത്തവരായിരിക്കും. Now you ask yourself whether you have lived 1 week of your life like that. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരാഴ്ച നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടോ? You're supposed to live like that every day of our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നാളും നാം ഇങ്ങനെ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And that's what it says, the result in Ephesians 5:18 of being filled with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്ക് സംഭവിച്ചാൽ എഫെസ്യ ലേഖനം 5:18 അതാണ് പറയുന്നത്, ഇങ്ങനെ സംഭവിക്കും. And I said, Lord, this is not true in my life. അപ്പോൾ ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇത് സത്യമല്ല. Now you know what Bible scholars do. They are very clever. ഈ വേദ പണ്ഡിതന്മാര് അവര് വളരെ ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? Especially if they've gone to Bible school and got a few degrees. അവരെ പ്രത്യേകിച്ചും ബൈബിൾ കോളേജുകളിൽ പോയി കുറച്ച് ഡിഗ്രി ഒക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ they see the standard, rejoice always. അവര് ദൈവവചനത്തിലെ ഒരു തരം, ഒരു നിലവാരം അവർ കാണും, എപ്പോഴും സന്തോഷിപ്പീൻ. And that is not true in their life. Their standard is അവരുടെ below. ജീവിതത്തിൽ അത് ശരിയല്ല എന്ന് അവർ കാണുമ്പോ They are much below that. അവരുടെ ജീവിതം അതിൽ നിന്ന് വളരെ താഴെയാണ് എന്ന് കാണുമ്പോ They will go to the Greek language. അവരുടനെ ഗ്രീക്ക് ഭാഷയിലേക്ക് പോകും, മൂലഭാഷയിലേക്ക് പോകും. In the root language it is like that. അവർ പറയും ഈ മൂലഭാഷയിൽ ഇങ്ങനെയാണ്. This is Mula Bhasha is something I've heard many times with brethren and Pentecostal people. ഞാൻ ഈ ബ്രദറൻ പെന്തിക്കോസ് സമൂഹത്തിൽ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇത്, മൂലഭാഷ എന്നുള്ളത്. Whichever bhasha you go to, it means rejoice always. നിങ്ങൾ ഏതൊരു ഭാഷയിൽ നിങ്ങൾ പോയാലും ആ വാക്യത്തിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് തന്നെയാണുള്ളത്. Always give thanks. എപ്പോഴും കർത്താവ് ദൈവത്തിന് സ്തോത്രം കരയറ്റുവിൻ എന്നാണ് പറയുന്നത്. Never murmur or complain about anything. ഒരിക്കലും പിറുപിറുക്കരുത്, നിങ്ങൾ മുറുമുറുക്കരുത് എന്ന് തന്നെയാണ്. Now I'm not asking you whether you have reached there. നിങ്ങൾ ആ ഒരു നിലവാരത്തിൽ എത്തിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. I am asking you, when you read verses like that, do you feel convicted? Say, Lord, I want to live like that. നിങ്ങൾ അവിടെ എത്തിയോ എന്നല്ല, എന്നാൽ നിങ്ങൾ അപ്രകാരമുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇത് ശരിയല്ല, എനിക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണോ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? For example, when it says I must never grumble or complain. ഞാൻ ഇങ്ങനെ പിറുപിറുക്കുകയും വാദിക്കുകയും ചെയ്യരുത് എന്ന് ഞാൻ വായിക്കുമ്പോൾ, does it mean I can grumble or complain once in a while, say once a month? ഞാൻ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഇടയ്ക്ക് എനിക്ക് ഒന്ന് ഇങ്ങനെ പിറുപിറുക്കുവാനായിട്ട് എനിക്ക് കഴിയുമെന്നാണോ അതിന്റെ അർത്ഥം? Is that the meaning of Philippians 2:14? ഫിലിപ്പി ലേഖനം 2:14 അർത്ഥം അതാണോ? In the old covenant, how did the Israelites understand the command, don't commit murder? പഴയ നിയമ ഉടമ്പടിയിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ നിങ്ങൾ കൊല ചെയ്യരുത് എന്നുള്ള ആ കൽപ്പന എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? Did they understand that once in a month if you commit murder it's all right, but don't do it regularly? അതിന്റെ അർത്ഥം അവരിങ്ങനെയാണോ ചിന്തിച്ചത്? അതായത് നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ കൊല ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ തുടർമാനമായിട്ട് ചെയ്യരുത്, ഇതായിരുന്നോ അവർ ചിന്തിച്ചത്? Don't commit adultery regularly, but once in a month or something you do it, it's all right. നിങ്ങൾ തുടർമാനമായിട്ട് വ്യഭിചാരം ചെയ്യരുത്, പക്ഷെ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെയാണോ? Is that how they understood it? അങ്ങനെയാണോ അവര് ദൈവവചനം മനസ്സിലാക്കിയത്? And they were old covenant people. അവരെ പഴയ നിയമ ഉടമ്പടിயின் കീഴിൽ ജീവിച്ചവരായിരുന്നു. Now let me ask you, when the same God says don't murmur and complain, how do you take it? അതേ ദൈവം തന്നെ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിറുപിറുക്കരുത്, നിങ്ങൾ മുറുമുറുപ്പോടുകൂടെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നാം സ്വീകരിക്കുന്നത്? I tell you, God's people do not take his word seriously. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനം ഗൗരവമായിട്ട് എടുക്കുന്നില്ല. That is the fundamental problem with most Christians. അനേക ക്രിസ്ത്യാനികൾക്ക്, മിക്കവാറും ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. And their pastors and elders don't teach the word of God because they themselves are not obeying it. അവരുടെ പാസ്റ്റർമാരും മൂപ്പന്മാരും അവരെ ദൈവവചനം ഉള്ളതുപോലെ പഠിപ്പിക്കുന്നില്ല, കാരണം അവര് തന്നെ ഈ ദൈവവചനം അനുസരിക്കാത്തവരാണ്.
And so many churches are just like a club. അതുകൊണ്ട് ഇന്ന് അനേക സഭകളും ഒരു കൂട്ടത്തെ പോലെയാണ്, ഒരു ക്ലബിനെ പോലെയാണ്. Where so many people want money for help or some other thing. That's all they are interested in. അവർക്ക് താല്പര്യമുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, സഹായം വേണം, എന്തെങ്കിലും പണം വേണം, അന്യോന്യമുള്ള സഹായം, ഈ കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് താല്പര്യം. They are not glorifying Jesus in their lives. അവരുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരല്ല, യേശുവിനെ മഹത്വപ്പെടുത്തുന്നവരല്ല അവർ. Dear brothers and sisters, we need another type of church in Kerala. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് കേരളത്തിൽ മറ്റൊരു തരത്തിലുള്ള ദൈവസഭ ആവശ്യമാണ്. And it must start with you. അത് നിങ്ങളുടെ ജീവിതത്തിലാണ് അത് ആരംഭിക്കേണ്ടത്. I remember when I was a young man. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത്, 23 years old. അന്ന് എനിക്ക് 23 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. I was going to an assembly where they placed great emphasis on the study of the Bible. അന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്ന ആ സഭയിൽ ദൈവവചനത്തിന്റെ പഠനത്തിന് വളരെയധികം ഊന്നൽ നൽകുന്നവരായിരുന്നു. Never once did I hear anyone speak about these verses, saying we have to obey these verses. എന്നാൽ ഈ ഒരു വചനങ്ങളൊക്കെ അനുസരിക്കണമെന്ന് അവിടെ ഒരിക്കൽ പോലും ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. So I said, Lord, I'm going to seek it, even if nobody else does. കർത്താവേ, അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, മറ്റാരും അന്വേഷിക്കുന്നില്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാകുവാനായിട്ട് ഞാൻ ദൈവമേ അങ്ങേ അന്വേഷിക്കുന്നു. Even if it takes me 20-30 years to get there. കർത്താവേ, അവിടെ എത്തുവാനായിട്ട് അത് 20-30 വർഷങ്ങൾ എടുത്താലും സാരമില്ല. I want to come to the place where I never lose my temper and get angry even once a year. കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് കോപപ്പെടാതെ ഞാൻ ആ രീതിയിൽ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എനിക്ക് വരണം. Even once a year. ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ സംഭവിക്കരുത്. Where I never grumble or complain even once a year. കർത്താവേ, ഞാൻ ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും പിറുപിറുക്കുകയും മുറുമുറുക്കുകയും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരണമേ. I will not be in anxiety even for 1 hour. കർത്താവേ, ഒരു മണിക്കൂർ പോലും ആകാംക്ഷയിൽ ചെലവഴിക്കാൻ എനിക്ക് ഇടയാകരുതേ. That I will always be with fullness of joy in my heart. എപ്പോഴും എന്റെ ഉള്ളത്തിൽ സന്തോഷം നിറഞ്ഞവനായിരിക്കാൻ എന്നെ സഹായിക്കണമേ. Even when everything is going on wrong around me. എന്റെ ചുറ്റിനും എല്ലാം അത് തെറ്റായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിലും. I read this verse in Psalm 16 and verse 11. സങ്കീർത്തനം 16-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചു. Psalm 16 and verse 11. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. In the middle of that verse it says, "Oh God, in your presence is fullness of joy." ആ വാക്യത്തിന്റെ മധ്യഭാഗത്ത് അവിടെ പറയുന്നത്, ദൈവമേ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. I said, Lord, from now on I will know I am in your presence only when I have fullness of joy. ഞാൻ ഇത് വായിച്ച ശേഷം ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലാണ് എന്നുള്ളത് എനിക്ക് ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് സന്തോഷ പരിപൂർണത ഉള്ളപ്പോഴാണ്. Anytime I don't have fullness of joy, I'll say to myself, I am not in the presence of the Lord right now. എപ്പോഴെങ്കിലും എന്റെ ഉള്ളത്തിൽ സന്തോഷ പരിപൂർണത ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലല്ല. I'm complaining about something. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പരാതി പറയുന്നു. I'm not in the Lord's presence. ആ സമയത്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലല്ല. I'm getting angry with somebody. ഞാൻ ആരോടെങ്കിലും കോപപ്പെടുന്നു, ദേഷ്യപ്പെടുന്നു. Something goes wrong in the house and I get upset. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് തെറ്റായി സംഭവിക്കുന്നു, ഞാൻ അപ്പോൾ ഉടനെ അതിൽ ഞാൻ ശോഭിക്കുന്നു. I'm not in the Lord's presence. ആ സമയത്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലല്ല. Earthly things, material things mean so much to me. ഈ ഭൂമിയിലെ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, അത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. Some loss of money causes me anxiety. എന്തെങ്കിലും പണം നഷ്ടപ്പെടുമ്പോൾ അത് എന്നെ വളരെ ഭാരപ്പെടുത്തുന്നു, ആകാംക്ഷ ഉണ്ടാക്കുന്നു. Broken or spoiled in the house and it bothers me. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പൊട്ടി അല്ലെങ്കിൽ കേടായി അത് എന്നെ വളരെയധികം എന്നെ ബാധിക്കുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. Lord, I am a materialistic person just like an unbeliever. കർത്താവേ, ഒരു അവിശ്വാസിയെ പോലെ ഞാൻ ഈ ഭൗതിക വസ്തുക്കളിൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. And I said, I never want to be like that.
ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങനെയുള്ള ഒരുവനായി ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ആയിരിക്കേണ്ട. And I tell you, God has done a work in me ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്നിൽ ഒരു പ്രവൃത്തി ചെയ്തു. to answer my prayer. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. I said, Lord, I want to be in your presence all the time. ഞാൻ പറഞ്ഞു, ദൈവമേ, എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് ആയിരിക്കണം. Whether my prayer is answered or not, I want fullness of joy. എന്റെ പ്രാർത്ഥന അങ്ങ് കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്ക് സന്തോഷത്തിന്റെ പരിപൂർണത എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. I may not have perfect health, but I want fullness of joy. കർത്താവേ, എനിക്ക് പൂർണ്ണമായ ആരോഗ്യം ഉണ്ടാകണമെന്നില്ല, എന്നാൽ സന്തോഷ പരിപൂർണത എനിക്ക് ഉണ്ടാവണം. Because I'll tell you why. Turn back to Philippians chapter 2. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ വീണ്ടും ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ തിരിക്കുക. Jesus said, you are the light of the world. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് യേശു പറഞ്ഞു. Okay, there may be many aspects to it, but let me think of one aspect of being the light of the world. ഈ ലോകത്തിന്റെ വെളിച്ചമാവുക എന്നതിന് പല മാനങ്ങളുണ്ട്. എന്നാൽ അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Many people think it is just witnessing for Christ that makes me the light of the world. ഞാൻ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് മാത്രമാണ് ഈ വെളിച്ചമാവുക എന്ന് പലരും ചിന്തിക്കുന്നു. Light is not in words from our mouth. എന്നാൽ ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ അല്ല. John 1:4 says, in him was life, and that life was the light of men. യോഹന്നാൻ 1:4 നാം വായിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു എന്ന് The വായിക്കുന്നു. light is in a life, not in our words. വെളിച്ചം അത് നമ്മുടെ ജീവനിലാണ്, നമ്മുടെ വാക്കുകളിലല്ല ഉൾക്കൊണ്ടിരിക്കുന്നത്. Philippians 2. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. It says in the last part of verse 15. അവിടെ 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. In the midst of a crooked and perverse generation, you shine as lights in the world. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. 14-15 വാക്യങ്ങൾ. As blameless and innocent children of God, above reproach. അവിടെ നാം വായിക്കുന്നത്, പരമാർത്ഥികളും അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി നിങ്ങൾ പ്രകാശിക്കുന്നു. You will prove yourselves to be the light of the world as children of God shining in the light. അവിടെ നിങ്ങൾ അങ്ങനെ നിങ്ങളെ തന്നെ തെളിയിക്കും, നിങ്ങൾ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നത്. How do I show myself as a child manifesting the light of the world? അവിടെ എങ്ങനെയാണ് ഈ 14-15 വാക്യങ്ങൾ നിങ്ങൾ നോക്കുക, ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? If I do verse 14, everything without grumbling and disputing, thus I prove myself to be a child of God in the light of the world. 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ നോക്കുക. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയാണ് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നത്. See, you think of the world as a sphere with millions of people around it living in it. ലോകത്തെ ഒരു ഗോളമായിട്ട് നിങ്ങൾ കാണുക. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ജീവിക്കുന്നു. And God is looking at heaven from heaven. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു. Everywhere he sees grumbling, complaining, the whole world is full of people grumbling and complaining. അവിടെ ദൈവം നോക്കുമ്പോൾ ഇതാ എല്ലായിടത്തും ആളുകൾ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു, അന്യോന്യം വാഗ്വാദങ്ങൾ നടക്കുന്നു. Believers also grumbling, complaining about something or the other in their home, in their office, everywhere. വിശ്വാസികളും തങ്ങളുടെ വീട്ടിൽ, ജോലി സ്ഥലത്ത്, എല്ലായിടത്തും അവരും പിറുപിറുക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നു. And especially nowadays when you can't go out much. പ്രത്യേകിച്ച് ഇപ്പോൾ അധികം പുറത്തു പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത്. It's all dark. This grumbling and complaining means total darkness. ഇങ്ങനെ പിറുപിറുക്കുക, പരാതിപ്പെടുക എന്നുള്ളത് അത് പൂർണ്ണമായും ഒരു ഇരുട്ടാണ്, അന്ധകാരമാണ്. But here and there God sees a little light in one place. Another brother here, another sister there, light. എന്നാൽ ഇവിടെയും അവിടെയും ദൈവം നോക്കുമ്പോൾ ഇതാ ഒരു സഹോദരൻ, ഒരു സഹോദരി ഈ അന്ധകാരത്തിന്റെ മധ്യത്തിൽ ഒരു വെളിച്ചമായി പ്രകാശിക്കുന്നു. See, sometimes when you travel in a plane on a dark night, ചില സമയത്ത് നിങ്ങൾ നല്ല അന്ധകാരം നിറഞ്ഞ ഒരു രാത്രി നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ and you look down, all dark underneath. നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ എല്ലാം ഇരുട്ടാണ്. But you'll see one house with a light.
എന്നാൽ അവിടെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഇതാ ഒരു വീട്, വെളിച്ചമുള്ള ഒരു And വീട്. a few miles away, another home with a light. ചില മൈലുകൾക്ക് അപ്പുറത്ത് മറ്റൊരു വീട് വെളിച്ചമുണ്ട്. That is how God sees the world. അങ്ങനെയാണ് ദൈവം ലോകത്തെ കാണുന്നത്. And he must see your home and your life like one of those lights shining in the world. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട് അങ്ങനെ ഈ ലോകത്തിൽ പ്രകാശിക്കുന്ന ഒരു ജ്യോതിസിനെ പോലെ വെളിച്ചമായിട്ട് ദൈവത്തിന് കാണുവാനായിട്ട് കഴിയണം. You know, sometimes I spend many days meditating on one verse. ഞാൻ ചില സമയത്ത് ഒറ്റ വാക്യം ധ്യാനിച്ചുകൊണ്ട് അനേക നാളുകൾ ചെലവഴിക്കാറുണ്ട്. I would ask you to meditate on these two verses, Philippians 2:14 and 15, for a few days. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 14ഉം 15ഉം ഈ വാക്യങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസം ഈ വാക്യം ധ്യാനിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കും. Lord, bring me into this life. കർത്താവേ, എന്നെ ഈ ഒരു ജീവിതത്തിലേക്ക് അങ്ങ് കൊണ്ടുവരണം. I live in your presence where there is fullness of joy. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ടല്ലോ, എനിക്ക് അവിടെ ജീവിക്കണം. I'm not happy with forgiveness of sins and baptism in the Holy Spirit. ഞാൻ കർത്താവെ പാപക്ഷമയിലും പരിശുദ്ധാത്മ നിറവിലും തൃപ്തനായി ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. I want to come to the most holy place and dwell in your presence. കർത്താവെ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. And have fullness of joy in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കണം. Even if you never can preach, don't worry. നിങ്ങൾക്ക് ഒരിക്കൽ പോലും പ്രസംഗിക്കുവാൻ കഴിവില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, സാരമില്ല. God gives to some people. അത് ചിലർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വരം മാത്രമാണ്. You know, one of the most wonderful things about Jesus was the joy there was in his life. യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വളരെ അത്ഭുതകരമായ കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷമാണ്. You know, in the last day when he was having the last supper with them, യേശു അന്ത്യ അത്താഴത്തിന്റെ ആ സമയത്തെ കുറിച്ച് നാം വായിക്കുന്നു. one of the things he said was, my peace I give to you, John 14 verse 27. യോഹന്നാൻ 14:27 യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ്. At that time he had perfect peace in his heart. ആ സമയത്ത് യേശുവിന്റെ ഹൃദയത്തിൽ പൂർണ്ണ സമാധാനം ഉണ്ടായിരുന്നു. And his joy as well. അവൻ യേശുവിന്റെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും ഉണ്ടായിരുന്നു. When we teach people, we must seek the kingdom of God first in our life. നാം ദൈവത്തിന്റെ രാജ്യവും നീതിയും നാം ആദ്യം അന്വേഷിക്കണം എന്ന് നാം പഠിപ്പിക്കുമ്പോൾ, have you ever thought, what does it mean to seek God's kingdom first? ദൈവത്തിന്റെ രാജ്യം മുന്നമേ അന്വേഷിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? For many years I never understood that. അനേക വർഷങ്ങളായി ആ കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. I thought it meant going out and preaching the gospel or being a missionary or doing something like that. ഞാൻ പുറത്തു പോയി മറ്റുള്ളവരോട് സുവിശേഷം പറയുക അല്ലെങ്കിൽ ഒരു മിഷണറി ആയിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളതാണ് ദൈവ രാജ്യം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. That was my understanding of the kingdom of God. ദൈവരാജ്യത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് അതായിരുന്നു. But over the years I learned to compare scripture with scripture. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ ദൈവവചനത്തെ ഒരു ഭാഗം മറ്റൊരു ഭാഗവുമായി തുലനം ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ അഭ്യസിച്ചു. And then I discovered something in Romans 14. അങ്ങനെ ഞാൻ ഒരു കാര്യം കണ്ടെത്തി. Romans 14 verse 17. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. Here it tells me what the kingdom of God is. ഇവിടെ ദൈവരാജ്യം എന്താണ് എന്ന് നാം അവിടെ വായിക്കുന്നു. This is what I have to seek first. ഇതാണ് ഞാൻ ആദ്യം അന്വേഷിക്കേണ്ടത്. The kingdom of God is not missionary work. ദൈവരാജ്യം എന്ന് പറയുന്നത് അത് മിഷണറി പ്രവർത്തനമല്ല. It is not giving money for the spread of the gospel. സുവിശേഷത്തിന് വേണ്ടി പണം കൊടുക്കുന്നതല്ല. It's not even prayer meetings. അത് പ്രാർത്ഥനാ യോഗങ്ങൾ പോലുമല്ല. It is righteousness and peace and joy in the Holy Spirit. അത് പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാണ്. That is, they never had kingdom of God in the Old Testament. പഴയ നിയമത്തിൽ അവർക്ക് ദൈവരാജ്യം ഇല്ലായിരുന്നു. They only had an earthly kingdom.
അവർക്ക് ഈ ഭൂമിയിലുള്ള ഒരു ഭൗതികമായ രാജ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. That's why they had righteousness, but not peace and joy in the Holy Spirit. അവർക്ക് അവിടെ നീതി ഉണ്ടായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നില്ല. According to the law, there were some Pharisees who had very high standard of righteousness. നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പരീശന്മാർക്ക് അവർക്ക് വളരെ ഉയർന്ന തരത്തിലുള്ള നീതിബോധമുണ്ടായിരുന്നു. Now we are to seek the kingdom of God. ഇപ്പോൾ നാം ദൈവരാജ്യം അന്വേഷിക്കേണ്ടവരാണ്. And there, the way I know I'm in the new covenant is I find I've got righteousness plus peace and joy in the Holy Spirit. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അത് എനിക്ക് നീതി മാത്രമല്ല, നീതിയോടൊപ്പം സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഞാൻ അനുഭവിക്കുമ്പോഴാണ്. If you are overcoming some sin, good. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില പാപങ്ങളെ മേൽക്കൊള്ളുന്നു, ജയിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. But if you're not, if it's not coupled with peace and joy in the Holy Spirit, you're just like a good human being. എന്നാൽ അതോടൊപ്പം നിങ്ങൾക്ക് ഈ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ എന്ന് പറയാം. If it is a work done by the Holy Spirit, it will be righteousness plus peace and joy. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് നീതി മാത്രമല്ല, നീതിയോടൊപ്പം സമാധാനവും സന്തോഷവും ഉണ്ടാവും. Which will enable you to rejoice always. അത് നിങ്ങളെ എല്ലായ്പ്പോഴും സന്തോഷിപ്പാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും. Otherwise, it is a righteousness you produce yourself. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നീതിയാണ് അത്. How do I know whether this good life that has come in me is something I did by my discipline or through the power of the Holy Spirit? എന്നിൽ ഉള്ള ഈ ഒരു നല്ല ജീവിതം അത് ഞാൻ ശിക്ഷണത്തിലൂടെ എന്റെ സ്വന്തം ശക്തി കൊണ്ട് ആർജിച്ചെടുത്തതാണോ അതോ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചതാണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ കഴിയും? I believe many of you brothers and sisters are living really good lives. നിങ്ങളിൽ പലരും സഹോദരി സഹോദരന്മാർ നല്ല ജീവിതം ജീവിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. Especially in our CFC churches, we have a high standard. പ്രത്യേകിച്ച് നമ്മുടെ CFC സഭകളിൽ ഒരു ഉയർന്ന നിലവാരത്തിലാണ് പലരും ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയാം. How to find out whether your righteousness is by your own strength or through the Holy Spirit? എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു നീതി ഉള്ള ജീവിതം അത് നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടാണോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും? This is the test. ഇതാണ് അതിന്റെ ഒരു പരീക്ഷ. Is there peace and joy along with it? അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്കുണ്ടോ? That is the kingdom of God we must seek first. നിങ്ങൾ മുന്നമേ അന്വേഷിക്കേണ്ട ദൈവരാജ്യം അതാണ്. Jesus said, seek this kingdom first. യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങൾ മുന്നമേ ദൈവരാജ്യം All അന്വേഷിക്കുക. the other things will be added to you. ഈ ഒരു ദൈവരാജ്യം നിങ്ങൾ ആദ്യം തന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ മറ്റെല്ലാം നിങ്ങൾക്ക് കൂടെ കൊടുക്കപ്പെടും. I've had the tremendous privilege and honor to be able to serve God and preach the gospel in many, many countries. അനേക രാജ്യങ്ങളിൽ ദൈവത്തെ സേവിക്കുവാനും ദൈവവചനം പ്രസംഗിക്കുവാനും എനിക്ക് വലിയ ഒരു അവസരമാണ് ദൈവം നൽകിയത്. I don't rejoice in that like other preachers. മറ്റ് പ്രസംഗകരെ പോലെ ഞാൻ അതിൽ സന്തോഷിക്കാറില്ല. That is a gift and a calling. അത് ഒരു വിളിയും അത് ഒരു വരവുമാണ്. To me, the test is how much righteousness and peace and joy I have in the Holy Spirit, even if I never travel anywhere. എന്നെ സംബന്ധിച്ചോളം ഉള്ള പരീക്ഷ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും യാത്ര ചെയ്തില്ലെങ്കിലും നീതിയോടൊപ്പം സമാധാനവും സന്തോഷവും എത്രത്തോളം എന്റെ ജീവിതത്തിലുണ്ട്. That has been my pursuit from the beginning. ആരംഭം മുതൽ എന്റെ ജീവിതത്തിലെ അന്വേഷണം അതായിരുന്നു. I did not start out trying to plant churches. ഞാൻ തുടങ്ങിയത് സഭകൾ സ്ഥാപിച്ചുകൊണ്ടല്ല. And to tell you honestly, I have never planted one church till today. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു സഭ പോലും സ്ഥാപിച്ചിട്ടുമില്ല. I'm not trying to be humble, I'm telling you the truth. ഞാൻ ഒരു താഴ്മ അഭിനയിക്കുകയല്ല, ഞാൻ സത്യം നിങ്ങളോട് പറയുകയാണ്. God planted those churches and I know that. ദൈവമാണ് സഭകളെ സ്ഥാപിച്ചത് എന്ന് എനിക്കറിയാം. And he asked me to go and pour some water. That's what I've done in these different places. ദൈവം സ്ഥാപിച്ച സഭകളിൽ അവിടെ ചെന്ന് കുറച്ച് വെള്ളം ഒഴിക്കുവാനായിട്ട് ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ ഈ വർഷങ്ങളൊക്കെ അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. And God planted it, God gave the growth. ദൈവം അത് നട്ടു, ദൈവം തന്നെ വളർച്ചയും കൊടുത്തു.
He gave me the privilege of pouring water here and there for the plants that he planted. അവിടെയും ഇവിടെയും ദൈവം നട്ട ആ തൈകൾക്ക് വെള്ളമൊഴിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരു മഹനീയമായ അവസരവും നൽകി. You may not believe that, but I know deep in my heart that is the honest truth I'm just saying. നിങ്ങൾ ഒരു പക്ഷേ അങ്ങനെ വിശ്വസിച്ചില്ല എന്ന് വരാം. എന്നാൽ എന്റെ ഉള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് എനിക്കറിയാം ഞാൻ പറയുന്നത് വളരെ സത്യമാണ്. Because that is not what I've been seeking in my life. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ അതായിരുന്നില്ല അന്വേഷിച്ചത്. I've been seeking the kingdom of God first, not planting churches first. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവരാജ്യമാണ് അന്വേഷിച്ചത്. ഞാൻ സഭകൾ സ്ഥാപിക്കുന്നതല്ല ഞാൻ അന്വേഷിച്ചത്. I have sought righteousness and peace and joy in the Holy Spirit first. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം അന്വേഷിച്ചത് ഞാൻ നീതിയും സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ് ഞാൻ അന്വേഷിച്ചത്. In my life, എന്റെ ജീവിതത്തിൽ, with others in my home, എന്റെ വീട്ടിലുള്ള മറ്റു വ്യക്തികളോട്, the people I meet and fellowship with in different churches, മറ്റു പല സഭകളിലും ഞാൻ കണ്ടുമുട്ടുന്ന ഞാൻ കൂട്ടായ്മ ആചരിക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ, always in my conscience making sure I've got righteousness, peace and joy in the Holy Spirit. എപ്പോഴും എന്റെ മനസ്സാക്ഷിയിൽ എനിക്ക് നീതിയും സമാധാനവും സന്തോഷവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. You remember that verse where Jesus said the kingdom of God is within you. യേശു പ്രകാരം പറഞ്ഞ ആ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവരാജ്യം നിങ്ങൾക്ക് ഇടയിൽ നിങ്ങളുടെ മധ്യത്തിൽ തന്നെ. It's inside your heart. അത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. The Pharisees were thinking, where is the kingdom of God coming outside? പരീശന്മാർ ഇങ്ങനെ ദൈവരാജ്യം എവിടെയാണ് പുറത്തു വരുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He said it's within you. യേശു പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. Inside you, righteousness. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. And when you are like that within, അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ അപ്രകാരം ദൈവരാജ്യം ഉള്ളപ്പോൾ that light will, like a candle, will light other candles. ഒരു മെഴുകുതിരിയെ പോലെ ആ ഒരു വെളിച്ചത്തിന് മറ്റ് മെഴുകുതിരികളെ മറ്റ് ആളുകളെ കത്തിക്കുവാനായിട്ട് കഴിയും. One candle can light 1,000 candles. ഒരു മെഴുകുതിരിക്ക് ആയിരക്കണക്കിന് മറ്റ് മെഴുകുതിരികളെ കത്തിക്കുവാനായിട്ട് കഴിയും. You don't have to go around trying to do this, that and the other for God and being so active. നിങ്ങൾ ഇതും അതും ചെയ്ത് അവിടെയും ഇവിടെയും പോയി ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ അങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. Becoming proud of it and sending reports here and there about it. നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് റിപ്പോർട്ട് അയക്കേണ്ട ആവശ്യവുമില്ല. No, I want to make sure there's righteousness, peace and joy in my heart. എന്റെ ഹൃദയത്തിൽ നീതിയും സമാധാനവും സന്തോഷവും ഉണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തിയാൽ മാത്രം That will come if I am dwelling in the presence of God where there is fullness of joy. സന്തോഷത്തിന്റെ പരിപൂർണതയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ആണ് ഞാൻ എപ്പോഴും വസിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത്. So in conclusion, I will say there are two things we must remember if we want to live there. നിങ്ങൾക്ക് ഈ ഒരു ദൈവസന്നിധിയിൽ ജീവിക്കണം എങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, always keep your conscience clear. എപ്പോഴും നിങ്ങളുടെ മനസ്സാക്ഷി അത് ശുദ്ധമായി സൂക്ഷിക്കുക. Acts 24 verse 16. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം 16-ാം വാക്യം. Look what Paul said at the end of his life. He was a prisoner there when he was testifying. തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് താൻ ഒരു തടവുകാരനായിട്ടിരിക്കുന്ന സമയത്ത് സാക്ഷിക്കുന്നത് ശ്രദ്ധിക്കുക. Again he uses the word always, always. അവിടെ എല്ലായ്പ്പോഴും എന്ന പ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നു. I always do my best to keep my conscience without any blame towards God or towards men. എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. That means if my conscience convicts me, that was a bad thought. അതിന്റെ അർത്ഥം ഇതാണ്, എന്റെ മനസ്സാക്ഷി എന്നെ ബോധ്യപ്പെടുത്തുന്നു അതൊരു തെറ്റായ ചിന്തയായിരുന്നു. Or that's a bad attitude you have towards that person. ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള ഈ മനോഭാവം തെറ്റായ മനോഭാവമാണ്. It's not a loving attitude. അത് ഒരു സ്നേഹത്തിന്റെ മനോഭാവമല്ല. Immediately confess it to God. ഉടനെ തന്നെ ദൈവത്തോട് അത് ഏറ്റുപറയുക. Lord, I'm sorry. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. It's a bad thought, it's a bad attitude. I want to get rid of it now itself.
ദൈവമേ, അതൊരു തെറ്റായ ചിന്തയാണ്, അതൊരു തെറ്റായ മനോഭാവമാണ്. ഇപ്പോൾ തന്നെ എനിക്ക് അതിൽ നിന്ന് മാറണം. Cleanse me in the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. And I'm clean again. ഞാൻ വീണ്ടും ശുദ്ധനായി മാറുന്നു. Or sometimes it may be the Lord will say, that word, it is not a sinful word, but it's not a kind word you spoke to that person. അല്ലെങ്കിൽ ദൈവം ഇപ്രകാരം എന്നെ ഓർപ്പിക്കും, നീ സംസാരിച്ച ആ വാക്ക് അതൊരു പാപകരമല്ല, എന്നാൽ അത് ഒരു നല്ല വാക്കല്ല. It could have hurt him. അത് അദ്ദേഹത്തിന് മുറിവേറ്റിട്ടുണ്ടാവും. Or that sentence you wrote in that email. അല്ലെങ്കിൽ ഞാൻ ഇനി ഇമെയിലിൽ എഴുതിയ ആ ഒരു സെന്റൻസ്, that was not good. അത് നല്ലതായിരുന്നില്ല. Write another email and apologize. നീ വീണ്ടും ഒരു ഇമെയിൽ എഴുതി അതിന് ക്ഷമ ചോദിക്കുക. I want to ask you, how many of you have done that? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ അങ്ങനെ ചെയ്തിട്ടുണ്ട്? God is my witness, I have done that. ദൈവം എനിക്ക്, ഞാൻ ദൈവത്തിന് മുമ്പാകെ പറയട്ടെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. Because like Paul says, I do my best to keep my conscience without blame towards God and towards men. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ പൗലോസ് ശ്രമിക്കുന്നത് പോലെ ഞാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് Paul, why are you doing this? പൗലോസേ, താങ്കൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? He gives us the reason also. അവിടെ അതിന്റെ കാരണം പൗലോസ് പറയുന്നു. Verse 15, because there's going to be a resurrection of the righteous and resurrection of the wicked, and I want to be in the resurrection of the righteous. അതിന്റെ കാരണം പൗലോസ് 15-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും ഒരു പുനരുദ്ധാനം ഉണ്ടാവും. അവിടെ ഞാനും ആ ഒരു പുനരുദ്ധാനത്തിൽ ദൈവത്തിനെ പ്രസാദിപ്പിക്കണം. I don't want to be in the resurrection of the wicked. I want to be in the resurrection of the righteous. അവിടെ നീതികെട്ടവരുടെ പുനരുദ്ധാനത്തിലല്ല, എനിക്ക് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ. There are two resurrections. The book of Revelation tells us that. ഇവിടെ നാം വായിക്കുന്നു 2 പുനരുദ്ധാനങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലും നാം അത് വായിക്കുന്നു. And it says, in view of this fact, that is why I keep my conscience clear. ഈ കാരണം കൊണ്ട് ഞാൻ എന്റെ മനസ്സാക്ഷി കുറ്റമില്ലാത്തതായി സൂക്ഷിക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നു. But you say, Paul, you accepted the Lord long ago. Why do you have to do all this to be in the resurrection of the righteous? എന്നാൽ നിങ്ങൾ ചോദിച്ചേക്കാം, പൗലോസേ, താങ്കൾ യേശുവിനെ എത്രയോ നാൾ മുമ്പ് സ്വീകരിച്ചതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്രകാരം നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ശ്രമിക്കുന്നത്? He will tell you the same thing he said in the last verse of 1 Corinthians 9. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പൗലോസ് പറഞ്ഞ ആ കാര്യം പൗലോസ് വീണ്ടും ആവർത്തിച്ചു. If I don't discipline myself, I can preach to others and be disqualified at the end of the race. ഞാൻ എന്നെ തന്നെ ശിക്ഷണത്തിൽ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാത്തവരായി പോകുവാനുള്ള സാധ്യതയുണ്ട്. I keep my conscience clear always. That is the number one thing I want to tell you. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, എപ്പോഴും മനസ്സാക്ഷി കുറ്റമില്ലാത്തതായിട്ട് സൂക്ഷിക്കുക. Between you and God. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുക. Find then there are many things you confess to God which other people don't even think are sin. മറ്റുള്ള ആളുകൾക്ക് അത് തെറ്റാണ് എന്ന് അവർ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചോളം അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവുകയും അത് ദൈവത്തോട് ഏറ്റു പറയുകയും ചെയ്യും. Your walk with God will become closer and closer and closer. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പമുള്ള നടപ്പ് അത് കൂടുതൽ അടുത്ത് വരും, കൂടുതൽ ദൈവത്തോട് അടുത്ത് നിങ്ങൾ വരും. The first thing, keep your conscience clear. അതാണ് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമുള്ളതായി സൂക്ഷിക്കുക. The second thing I want to say is, രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, learn humility from Jesus Christ. യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ താഴ്മ പഠിക്കുക. Philippians 2. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം and verse 5. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. Have this attitude in you which is in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. And he talks about 3 steps. അപ്പോൾ അവിടെ 3 പടികളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. Number 1, as God he humbled himself and became a man. ദൈവമായിരുന്നിടത്തു നിന്ന് ഒരു തന്നെ താഴ്ത്തി ഒരു മനുഷ്യനായി തീർന്നു. First step of humility. താഴ്മയുടെ ആദ്യത്തെ പടി.
Then, being found in as a man, verse 7, he became a slave. Lowest അതിനെ level, തുടർന്ന് second step of humility. താഴ്മയുടെ രണ്ടാമത്തെ പടി നാം അവിടെ വായിക്കുന്നു, 7-ാം വാക്യം. അവിടെ ദാസരൂപം എടുത്തു എന്ന് നാം I mean, coming from God to man itself is humility. ദൈവത്തിൽ നിന്ന് മനുഷ്യനാകുന്നത് തന്നെ താഴ്മയാണ്. But from man he became a slave of all men. എന്നാൽ ഇതാ മനുഷ്യനിൽ നിന്ന് ഇത് എല്ലാവരുടെയും ദാസനായി യേശു മാറി. You think you have reached the bottom now? നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ ഏറ്റവും താഴ്മയുടെ ഏറ്റവും അടിത്തട്ടിൽ എത്തിയെന്ന്. Not yet. There's one more level. ഒരു പടി കൂടെയുണ്ട്. To be counted as a criminal, which is worse than being a slave. ഇവിടെ ഒരു ദാസൻ എന്നുള്ളതിനെക്കാട്ടിലും താഴെ അവിടെ ഒരു 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 ക്രിമിനലായി യേശുവിനെ കരുതപ്പെടും. ഒരു കുറ്റവാളിയായിട്ട് യേശുവിനെ കരുതുന്നു. That's what when he was crucified on the cross. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ അതാണ് സംഭവിച്ചത്. The Romans did not crucify slaves, they crucified criminals. റോമക്കാർ അവര് ഈ ദാസന്മാരെ അല്ല അവരെ ക്രൂശിച്ചത് ഈ കുറ്റവാളികളെയാണ്. God became man, as a man he became a slave. ദൈവം മനുഷ്യനിൽ നിന്ന് ദാസനിൽ നിന്ന് was even willing to be counted as a criminal. ദാസനിൽ നിന്ന് ഒരു കുറ്റവാളിയായി എണ്ണപ്പെടുവാൻ യേശു അനുവദിച്ചു. So I say these are the three secrets of the Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ 3 പടികളാണിത്. Humility. താഴ്മ. First thing I said was keep a good conscience. ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞത് ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുക. The second is രണ്ടാമത്തെ keep going down. നിങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. For God and before people. ദൈവത്തിന് മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും. Take the lowest place always. എപ്പോഴും ഏറ്റവും താഴ്ന്ന ഒരിടം കണ്ടെത്തുക. You know how you can come to a life where you'll never fall? നിങ്ങൾ ഒരിക്കലും വീഴാത്ത ഒരിടത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് എത്താൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? If you stand, you can fall. നിങ്ങൾ നിന്നാൽ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. If you're sitting on a chair like me, you can still fall. നിങ്ങൾ എന്നെ പോലെ ഇപ്പോൾ ഒരു കസേരയിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വീഴുവാനുള്ള സാധ്യതയുണ്ട്. But if you're flat on the ground with your face in the dust, you cannot fall. എന്നാൽ നിങ്ങൾ ഒരു തറയിൽ നിങ്ങളുടെ മുഖം പൊടിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തറയിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് വീഴുവാനായിട്ട് കഴിയില്ല. That is how John was in the presence of Jesus on Patmos, Revelation chapter 1. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പത്മോസ് ദ്വീപിൽ ദൈവത്തിന്റെ മുമ്പാകെ യോഹന്നാൻ കിടന്നത് അങ്ങനെയാണ്. He was flat on his face before the Lord Jesus. കർത്താവായ യേശുവിന്റെ മുമ്പാകെ തന്റെ മുഖത്തെ പൊടിയിൽ വെച്ച് അവിടെ തറയിൽ കിടക്കുകയായിരുന്നു. I've often told people, brother, sister, stay there, flat on your face before the Lord. ഞാൻ പലപ്പോഴും ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര സഹോദരി, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുഖത്തെ പൊടിയിൽ വെച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ആയിരിക്കുക. I have seen some elders who have heard my exhortation and are safe in the Lord's presence. അങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ flat on their face before the Lord. They're flat on their face before the Lord. അത് കേട്ട് അപ്രകാരം അത് ഉൾക്കൊണ്ട് തങ്ങളുടെ മുഖത്തെ പൊടിയിൽ വെച്ച് അപ്രകാരം തറയിൽ കിടക്കുന്ന സഹോദരങ്ങളെ മൂപ്പന്മാരെ എനിക്കറിയാം. Elder brothers. അങ്ങനെയുള്ള മൂപ്പന്മാർ greatly respected. അവർക്ക് വളരെയധികം ബഹുമാനിക്കുന്നു. Extremely humble. അവർ വളരെയധികം താഴ്മയുള്ളവരാണ്. They're on their face all the time. അവരെപ്പോഴും അവരുടെ മുഖത്തെ പൊടിയിൽ സൂക്ഷിക്കുന്നു. And then I have seen some other CFC elders. ഞാൻ അങ്ങനെ അല്ലാത്ത മറ്റു ചില CFC മൂപ്പന്മാരെ കണ്ടിട്ടുണ്ട്. God uses them a little bit. അവരെ കുറച്ച് ദൈവം ഉപയോഗിക്കുന്നു. And their head becomes bigger. ഉടനെ അവരുടെ തല അത് വലുതാവുന്നു. I appreciate them a little bit. ഞാൻ ഇടയ്ക്ക് അവരെ കുറച്ച് അഭിനന്ദിക്കുന്നു. They stand up. ഉടനെ അവർ എഴുന്നേറ്റ് നിൽക്കുന്നു. They become big people. അവർ വലിയ ആളുകളാകുന്നു. And after a little while, കുറച്ച് നാളുകൾക്ക് ശേഷം they fall right down. അവര് വളരെ താഴേക്ക് അവർ വീണുപോകും. This has happened even to elders. ഇത് മൂപ്പന്മാർക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്. Let him who thinks he stands
take heed lest he fall. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാനായിട്ട് അവൻ അത് ഗൗരവമായിട്ട് കാണട്ടെ. Keep a good conscience. നല്ലൊരു മനസ്സാക്ഷി നിങ്ങൾ സൂക്ഷിക്കുക. Humble yourself always. എപ്പോഴും നിങ്ങളെ താഴ്മയിൽ സൂക്ഷിക്കുക. Then I can prophesy it will go well with you. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ശുഭമായി സംഭവിക്കും, നന്നായിട്ട് പോകും. And you'll have a glorious entrance into God's presence one day. ഒരു നാൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വളരെ മഹത്വകരമായ ഒരു പ്രവേശനവും നിങ്ങൾക്കുണ്ടാവും. That's the way I want to walk. അങ്ങനെ നടക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I say to you, follow me as I follow Christ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക. God bless you all. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, please help us to honor you in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ മാനിക്കുവാൻ അങ്ങ് ഞങ്ങളെ And I സഹായിക്കണമേ. pray that the Holy Spirit will bring to mind at different times what we have heard today. ഇന്ന് ഞങ്ങൾ കേട്ട സത്യങ്ങൾ കർത്താവേ, ജീവിതത്തിന്റെ പല സമയങ്ങളിൽ ഞങ്ങൾ ഓർക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർപ്പിക്കണമേ. All of those who heard me today, ഇന്ന് എന്നെ കേട്ട എല്ലാവരും, build your church, Lord, in many parts of Kerala. കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ അങ്ങയുടെ സഭയെ അങ്ങ് പണിയണമേ കർത്താവേ. A church against which the gates of hell can never prevail. പാതാള ഗോപുരങ്ങൾക്ക് ഒരിക്കലും ജയിക്കുവാൻ കഴിയാത്ത സഭകളെ അങ്ങ് പണിയണമേ. We pray in Jesus' name. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.